ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജാപ്പനീസ് വാട്ടർ തെറാപ്പി 1 വീക്ക് ഞാൻ ഫൈനലി കംപ്ലീറ്റ് ചെയ്തു. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ എപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ അതാണ് ഗൈസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ എൻ്റെ ചാനൽ അപ്ഡേറ്റ്സ് ആൻഡ് വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ജാപ്പനീസ് വാട്ടർ തെറാപ്പി എന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ജാപ്പനീസ് വാട്ടർ തെറാപ്പി ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ആ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് തലേദിവസം രാത്രി സോൾട്ട് വാട്ടർ ഗാർഗിളിങ് ചെയ്യണം എന്നുള്ളത്. ഈ ഒരു JWT ചെയ്യുന്നതിന് മുന്നേ തലേ ദിവസം രാത്രി ഒരു സോൾട്ട് വാട്ടർ ഗാർഗിളിങ് ചെയ്യുക, എന്നിട്ട് മാത്രം അടുത്ത ദിവസം തൊട്ടിട്ട് ഈ ഒരു ഇത് ചെയ്തു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു ടേബിൾ ഫോർമാറ്റിൽ ഞാനത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണെന്നുള്ളത്, ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ആ ഒരു ടേബിളിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് റെഫർ ടു ദ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഈ ഒരു ജാപ്പനീസ് വാട്ടർ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വാട്ടർ ആണ്. ചെറു ചൂടുവെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ നേരത്ത് ഊതി കുടിക്കരുത്. നമുക്കല്ലാതെ നോർമൽ വാട്ടർ കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റണം. അതാണ് ഈ ചെറു ചൂടുവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത്. ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ കുടിക്കണം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വായിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് നമ്മുടെ വയറിലും ഗട്ടിലും ഒക്കെ ചെന്നിട്ട് നമ്മുടെ വയറിന്റെയും ഗട്ട് ഹെൽത്തിനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ചില പഠനങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാവിലെ എണീച്ച് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 800 to 1 ലിറ്ററിന്റെ ഇടയ്ക്കായിരിക്കണം നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത്. അതിനെക്കാട്ടിലും കൂടുതൽ കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ടർ ഇൻടോക്സിക്കേഷന്റെ ഒരു ചെറിയൊരു ഡേഞ്ചർ ഉണ്ട്. അതായത് നമ്മുടെ കിഡ്നിക്ക് മാക്സിമം 1 ലിറ്റർ വെള്ളമേ ഇൻ ആൻ അവർ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് 800 to 1 ലിറ്ററിന്റെ ഇടയ്ക്ക് ഉള്ള ക്വാണ്ടിറ്റിയിൽ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. ഇനി അറ്റ് സ്ട്രെച്ച് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ബ്രേക്സ് എടുത്തിട്ട് വെള്ളം കുടിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് 2-3 മിനിറ്റിന്റെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ കുടിക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും എണീറ്റ് ഒരു 1 അവറിനുള്ളിൽ വേണം ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് വെള്ളം കുടിച്ചു തീർക്കേണ്ടത്. ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതായത് ഹാർട്ട് ഇഷ്യൂസ്, ഡയബറ്റീസ് അല്ലെങ്കിൽ കിഡ്നിയുടെ ഇഷ്യൂസ്, അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഈവൻ ബ്ലഡ് പ്രഷർ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഈ ഒരു തെറപ്പി നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു തെറപ്പി ഫോളോ ചെയ്യുക. കാരണം മെഡിസിൻസ് എടുക്കുന്നവർക്ക് പലപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കുമല്ലോ മെഡിസിൻ എടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഇറ്റ്സ് ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്യുക. ഡോക്ടറിനോട് തന്നെ ചോദിക്കുക എങ്ങനെ നിങ്ങൾക്ക് ജാപ്പനീസ് വാട്ടർ തെറപ്പി നിങ്ങളുടെ മെഡിസിൻസിന്റെ കൂടെ എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഒരാഴ്ചത്തെ ജാപ്പനീസ് വാട്ടർ തെറപ്പി എങ്ങനെയായിരുന്നു എന്നൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ജാപ്പനീസ് വാട്ടർ തെറപ്പിയുടെ ഡേ 1 ആണ് ഇന്ന് കേട്ടോ. ഞാൻ ഈ ഒരു ബോട്ടിൽ നിറയെ വെള്ളം ഇന്നലെ രാത്രി തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതെടുത്തൊന്ന് ചൂടാക്കിയിട്ട് ഇതിലൊഴിച്ചു വെച്ചു. ഞാൻ ഒരു 5:45-6 മണി അടുപ്പിച്ചിട്ടാണ് രാവിലെ എണീറ്റത്. എന്നിട്ടൊരു 6:15 മുതൽക്ക് ഇപ്പോൾ ടൈം 7 മണി 6 ആയിട്ടുണ്ട്. ഒരു 6:45 വരെ ഞാൻ ടൈം എടുത്തിട്ടാണ് ഈ വെള്ളം ഞാൻ കുടിച്ചു തീർത്താട്ടെ. ഇത് 800 ml ബോട്ടിലാണ്. അപ്പോൾ ഞാൻ 1 ലിറ്റർ വരെ പോയിട്ടില്ല, 800 ml കുടിച്ചിട്ടുള്ളൂ. 1 ലിറ്റർ വരെയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, 1 ലിറ്റർ വരെയാണ് നമ്മുടെ കിഡ്നിക്ക് അറ്റ് എ ടൈം ഇൻ ആൻ അവർ 1 മണിക്കൂറിനുള്ളിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു സേഫ് സൈഡിന് വേണ്ടിയിട്ട് ഒരു 800 ml വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും കുടിച്ചു തീർന്നപ്പോൾ വെള്ളം കുടിച്ചു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ വയറിനൊക്കെ നന്നായിട്ട് അറിയാൻ അതിനകത്ത് എന്തോ ഇച്ചിരി ഹെവി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. കാരണം നമുക്ക് സ്ഥിരം പരിചയമല്ലല്ലോ. ഞാൻ മാക്സിമം 1 or 2 ഗ്ലാസസ് ഓഫ് വാട്ടർ ഒരു മഗ്ഗിൽ ഒരു അറൗണ്ട് 350 ml കപ്പാസിറ്റി ഉള്ള ഒരു ടീ കപ്പിലാണ് ഞാൻ രാവിലെ എന്നും വാം വാട്ടർ കുടിക്കാറ്. 800 ml ഇത് ആദ്യമായിട്ടാണ് കുടിച്ചത്. സോ എനിക്കന്നത് ഒരു 1 more എക്സ്ട്രാ ഗ്ലാസ് ഞാൻ കുടിച്ചു എന്ന് തോന്നുന്നുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ബ്രഷ് ചെയ്ത് ഒന്ന് ഫ്രഷനപ്പ് ആണ്. ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആസ് പെർ ജാപ്പനീസ് വാട്ടർ തെറപ്പി നമ്മൾ ബ്രഷിങ്ങിന് മുന്നെയാണ് വെള്ളം കുടിക്കേണ്ടത്. അതിൻ്റെ റീസൺ എന്താണ് എന്ന് എനിക്കൊന്ന് റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ റിസർച്ച് ചെയ്തെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനി ബ്രഷ് ചെയ്തൊന്ന് ഫ്രഷനപ്പ് ഒക്കെ ആകണം. എന്നിട്ട് വർക്കൗട്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്.
ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മോർ ദാൻ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ക്യാമറ എവിടെയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. സോറി ഗൈസ്, സോറി. അപ്പോൾ മോർ ദാൻ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചെത്തി. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ വന്നോളൂ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു വർക്കൗട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് മുന്നേ അത് അപ്ലോഡ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, വർക്കൗട്ട് ഷൂട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ സിൻസ് ഞാൻ വർക്കൗട്ട് ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് കാരണം തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്തില്ല കേട്ടോ. കാരണം അത് തന്നെ ഒരു വർക്കൗട്ടാണല്ലോ. അപ്പോൾ ഞാനൊരു 11 മണിയൊക്കെ കഴിഞ്ഞ് ആ ഒരു 10:45-11 മണി സമയത്താണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നേരത്തേക്കും പിന്നെ എനിക്കിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ തെറപ്പി എനിക്ക് റിലീജിയസ്ലി ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 2 hours കഴിഞ്ഞിട്ടൊക്കെയാണ് വർക്കൗട്ട് ചെയ്തത്. ഒരു 9 o'clock ഒക്കെ അപ്പോൾ 8:45 to 9:05 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 10:45 to 11 അതിനുള്ളിൽ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 11 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വെള്ളം കുടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് പറ്റുന്നില്ലേ 12 മണി ആയിട്ടുണ്ട്. ഒരു 1:30ക്കുള്ള ലഞ്ച് കഴിക്കണം. അപ്പോൾ ഇനി 1 hour കൂടിയിട്ടാണ് എനിക്കുള്ളത്. അടുത്ത വെള്ളം കുടിക്കാനുള്ള ആ ഒരു ടൈം എനിക്കിനി 1 hour കൂടിയിട്ടാണുള്ളത്. അപ്പോൾ ഈ 1 hourനുള്ളിലാണ് എനിക്ക് എന്തെങ്കിലും മിഡ് മോർണിംഗ് സ്നാക്കിങ്ങോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നെങ്കിൽ ഞാൻ കുടിക്കേണ്ടത്. വർക്കൗട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് വെള്ളം ജാപ്പനീസ് വാട്ടർ തെറപ്പി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും. സോ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ വർക്കൗട്ട് സമയത്തുള്ള നിങ്ങളുടെ വാട്ടർ നീഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. സോ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വർക്കൗട്ട് ടൈമിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങൾ തെറപ്പി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ടൈം ഇപ്പോൾ കാണാൻ പറ്റുന്നു 1:45 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലഞ്ച് ഇതാണ് ലഞ്ച്. നല്ല ഫിഷ് ഫ്രൈ, ചോറ്, മോര് കറി, പിന്നെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി. കുറച്ച് പേര് കമൻറ്റ് ചെയ്തതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തോന്നുന്നല്ലേ, തൊണ്ടയിൽ കൊടുക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും വെള്ളം കുടിക്കാനായിട്ട് ജാപ്പനീസ് വാട്ടർ തെറപ്പി ചെയ്യുമ്പോൾ? എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിനൊരു സൊല്യൂഷനായിട്ട് ഞാൻ കണ്ടുപിടിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്നത്, ഞാൻ മോരുകറി എടുത്തിട്ടുണ്ട്. അതായത് ഒരു ഒഴിച്ചുകറി, എന്തെങ്കിലും ഒഴിച്ചുകറി ആയിട്ടുള്ളത് നമ്മുടെ ഫുഡിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അതിലും ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ത്രോട്ട് അങ്ങനെ ഡ്രൈ ആകില്ല. സ്ട്രിക്ട്ലി ജാപ്പനീസ് വാട്ടർ തെറപ്പി തന്നെ ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബൈ. എന്നും പറഞ്ഞ് തൊണ്ടയിൽ ഫുഡെങ്ങാനും കുരുങ്ങിയാൽ നിങ്ങൾ വെള്ളം കുടിക്കാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ. വെള്ളം ആവശ്യത്തിന് കുടിക്കുക. അതുപോലെ തന്നെ പിന്നെ വന്നൊരു ഡൗട്ടാണ്, എത്ര വെള്ളം കുടിക്കണമെന്ന്. നോർമലി കുടിക്കുമ്പോൾ തന്നെ 2 to 3 liters ഓഫ് വാട്ടർ തന്നെയാണ് ജാപ്പനീസ് വാട്ടർ തെറപ്പിക്കും കുടിക്കേണ്ടത്. ഒരു ചെറിയ തലവേദനയൊക്കെ ആയിട്ടൊന്ന് ശകലം ഒന്ന് മയങ്ങിയിട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളം കുടിച്ചതിൻ്റെ അളവ് കുറവാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അല്ലാതെ എത്ര പെട്ടെന്ന് ഒരു തലവേദന വരേണ്ട ഒരു കാര്യമില്ല. എനിവേ അടുത്ത് എനിക്ക് വെള്ളം കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി അടുത്ത വെള്ളം കുടിക്കാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ടുണ്ട്. ഡിന്നർ ഞാനൊരു ഇപ്പോഴൊന്നുമല്ല കേട്ടോ, ഒരു കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ഒരു 8:15 കൂടി ഡിന്നർ കഴിഞ്ഞു. അപ്പോൾ ഡിന്നറിൻ്റെ കൂടെ പറഞ്ഞമാതിരി നമുക്ക് പ്രത്യേകിച്ച് വെള്ളം കുടിച്ച് ശീലമുള്ളവർക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചാൽ വെള്ളം കുടിക്കാതെ ആകുമ്പോഴത്തേനൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ എന്താണ് അതിനൊരു വർക്ക് അറൗണ്ട് ചെയ്തത് എന്ന് വെച്ചാൽ, ഡിന്നറിൻ്റെ കൂടെ ഞാൻ ഒരു മൂസമ്പി അതായത് ഓറഞ്ച് കളറിലുള്ള മൂസമ്പി ഇട്ടോട്ടെ. അപ്പോൾ മൂസമ്പി കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിനൊരു ലിക്വിഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. ആ ഒരു വെള്ളം കുടിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അപ്പോൾ ഡിന്നർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 8:15 കൂടിയാണ് ഞാൻ ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഇനി ഒരു 10:15 വരെ ഞാൻ വെള്ളം കുടിക്കാൻ പാടില്ല. നോക്കട്ടെ എത്ര നേരം പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് വെള്ളം കുടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് വെള്ളം കുടിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു റുട്ടീനുമായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഐ തിങ്ക് ഇന്ന് രാവിലെ മുതൽക്ക് ഐ എം ഡൂയിങ് ഓക്കെ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഡേ 2 തുടങ്ങി. ഇന്നും ഞാൻ ഇന്നലത്തെ പോലെ ചായ ആയിട്ട് ഞാൻ ഇരിക്കും കേട്ടോ. ഇന്ന് എനിക്ക് ചായ ഡേ ആണ്. ആഫ്റ്റർ 2 days 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ ചായയുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെയും ഞാൻ 800 ml ഓഫ് വെള്ളമാണ്, ചെറു ചൂട് വെള്ളമാണ് കുടിച്ചത്.
ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി പോകെ അതിനൊരു ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആകുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചായയുമായിട്ട് മോനവിടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടോപ്പിക്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുവാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഡയറി. ഞാൻ ഈ ഡയറിയിലാണ് R&D, ഇന്ന് R&D ഡേ ആണ്. ഈ ഡയറിയിലാണ് എൻ്റെ R&D ഫുള്ള്. ഫാൻസി ഡയറി ഒന്നുമല്ല, ഒരു നോർമൽ ഡയറിയാണ്. എനിക്ക് ഫാൻസി ഡയറിയിലൊക്കെ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഓൾറെഡി ഒരു നോർമൽ ഡയറി അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് ഇത് വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഹാർഡ് ട്രൂത്ത് ഇതുണ്ടോ, ഇന്നലെ ഞാൻ ഒരു അല്പം നേരം ഇതിനെ ഇവിടെ വെറുതെ വെച്ചിട്ട് പോയതേ ഉള്ളൂ. എൻ്റെ മകൻ ഇതിൽ വന്നിട്ട് ഫുള്ള് വരച്ച് വെച്ചു. അപ്പോൾ ഇതാണ് എന്താണ് മോമി ലൈഫ്. ഇതിൽ വന്നിട്ട് ഫുള്ള് വരച്ച് വെച്ചു. അപ്പോൾ ഇതൊരു നേരം എനിക്കിവിടെ വെറുതെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. എവിടെ എന്തെങ്കിലും ഇവൻ തപ്പിപ്പിടിച്ചെടുത്തിട്ട് ഇതിൽ ഫുള്ള് വരച്ച് വെക്കും. അതാണ് എൻ്റെ മെയിൻ പരിപാടി. ഗൈസ്, ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ, തരാനായിട്ടാണ് ഞാൻ വന്നത്. ആക്ച്വലി സെക്കൻഡ് ഡേ എനിക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്തു. എനിക്ക് ഡൈജഷൻ എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്തു കേട്ടോ. മേ ബി ഞാൻ ഈ ഒരു തെറപ്പിയോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. വരുന്നു മക്കളെ, എനിക്ക് ഡൈജഷൻ നല്ല ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരണം തോന്നി, അതിനായിട്ടാണ് വന്നത്. ഇന്ന് ഡേ 5 ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇന്നലെ എനിക്ക് ഡിന്നർ കഴിഞ്ഞിട്ട് 2 hours ഗ്യാപ്പ് വെക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഡിന്നർ ഇന്നലെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഒരു 8:15, 8:30 ആയി ഡിന്നർ ആയപ്പോൾ. അപ്പോൾ ഞാനൊരു 9:45 ആ ടൈം ആയപ്പോഴത്തേക്കും തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കാട്ടും ഡിലേ ആക്കിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങുന്നതിന് ഒത്തിരി അടുപ്പിച്ച് വെള്ളം കുടിക്കണ്ടെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്ന റാഗി മോൾട്ടാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. 1-2 റെസിപ്പീസൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നലെ ഇച്ചിരി ഹെവി ആയിരുന്നു. അത് ഞാൻ ഇന്ന് റാഗി മോൾട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല. അപ്പോൾ ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നാളെയോടുകൂടി നമ്മുടെ 7 day ചാലഞ്ച് കംപ്ലീറ്റ് ആവുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്. ഇത് വന്നിട്ട് ഡയറ്റ് റെസിപ്പി ഒന്നും അല്ല കേട്ടോ നമ്മുടെ റാഗി മോൾട്ട്. ഞാൻ ഇന്നലെ അത്യാവശ്യം ഹെവി ആയിട്ടാണ് ഫുഡ് കഴിച്ചത്, പൊറോട്ടയും ബീഫും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു. അങ്ങനെ ലൈറ്റ് ആക്കിയതാണ്. ഈ ജാപ്പനീസ് വാട്ടർ തെറപ്പി നടക്കുമ്പോൾ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഈ ചെറിയ ചൂടുവെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ ബർപ്പിംഗ് നടക്കും. അതായത് ഈ ഏമ്പക്കം എന്ന് പറയാറുണ്ട്. അപ്പോൾ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഗ്യാസൊക്കെ രാത്രി അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏമ്പക്കമായിട്ട് വായിൽ കൂടിയിട്ട് പുറത്ത് പോകുന്ന ഒരു സംഭവമാണ്. അത് ഭയങ്കര റിഫ്രഷിങ് ആട്ടോ. കാരണം നമുക്ക് ശരിക്കും ആ ഒരു വയറിനുള്ള ഒരു ഹെവിനെസ് ഒക്കെ ഒന്ന് പോകാനായിട്ടും, ഒബിയസ്ലി ഡൈജഷൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ വയറിൻ്റെ ഹെവിനെസ് ഒക്കെ ഒന്ന് പോകാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആണത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ടായിട്ട് വന്നിട്ടുള്ളത്. എല്ലാം റിസൾട്ട് ഉണ്ടല്ലോ. ഒരു പോയിന്റ് ഏകദേശം മോർ ദാൻ 1/2 കിലോ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നെ റിസൾട്ട് അറിയിക്കുക കേട്ടോ. ഇതായിരുന്നു എൻ്റെ 7 days ഓഫ് ജാപ്പനീസ് വാട്ടർ തെറപ്പി. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് പൊസിഷൻ, നമ്മൾ ഇരുന്ന് കുടിക്കണോ എണീറ്റ് നിന്നിട്ട് വെള്ളം കുടിക്കാവോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ജാപ്പനീസ് വാട്ടർ തെറപ്പിയിൽ പറയുന്നത് ഇരുന്ന് വെള്ളം കുടിക്കണം എന്നാണ്. ഈവൻ നമ്മുടെ ആയുർവേദയിൽ പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ ഇരുന്നിട്ടാകണം എന്നാണ്. പക്ഷെ മെഡിക്കലി അങ്ങനെ ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടില്ല. അതായത് എണീറ്റ് നിന്ന് കുടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നും പ്രൂവ് ചെയ്തിട്ടില്ല. കാരണം എണീറ്റ് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ അന്നനാളം ഇതിൻ്റെയൊക്കെ പൊസിഷൻ സെയിം ഒക്കെ തന്നെ ആണെന്നാണ് പറയുന്നത്. പിന്നെ മേ ബി പണ്ട് നമ്മുടെ മെഡിസിനിലൊക്കെ ഹെറിഡിറ്ററി മെഡിസിനിലൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ റീസൺ പണ്ടത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണമായിരിക്കാം. കാരണം പണ്ടത്തെ ആൾക്കാരൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരുന്നല്ലോ. അവർ ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ വർക്കും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. സോ അവർക്ക് ഉച്ചയ്ക്കുള്ള ആ സമയം എന്ന് വെച്ചാൽ ഒന്ന് റെസ്റ്റ് എടുക്കാനും സമാധാനമായിട്ട് ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ള ഒരു ടൈമാണ്. സോ അതുകൊണ്ടും കൂടി ആയിരിക്കാം, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കാം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഞാൻ എണീറ്റ് വന്നിട്ട് തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ത്രൂ ഔട്ട് ദ ഡേ ഇരിപ്പാണ്. സോ ലഞ്ച് ടൈമിൻ്റെ ആ ഒരു ടൈമാണ് എണീറ്റ് നിൽക്കാനും കുറച്ചുകൂടി ഒന്ന് ഫിസിക്കലി ഒന്ന് ഇരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം വാക്കിനൊക്കെ പോകുമായിരുന്നു. എനിക്ക് ഇന്നേ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എൻ്റെ ഈ ഒരാഴ്ചത്തെ ജാപ്പനീസ് വാട്ടർ
എൻ്റെ ഒരാഴ്ചത്തെ ജാപ്പനീസ് വാട്ടർ തെറപ്പിക്ക് ശേഷം എനിക്ക് ഫീൽ ചെയ്ത ഡിഫറൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഡൈജഷൻ ഒക്കെ ഒത്തിരി ഇമ്പ്രൂവ്ഡ് ആയതായിട്ട് തോന്നി. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ദാഹം, അതായത് ഫുഡ് കഴിച്ച് ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ള ദാഹമാണ്, എക്സ്ട്രീം തേഴ്സ്റ്റ് ആണ്. വെള്ളം കാണുമ്പോൾ അങ്ങോട്ട് കുടിക്കാനായിട്ട് തോന്നുന്ന രീതിയിലുള്ള ദാഹമാണ്. ആ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഭയങ്കര ഒരു ആശ്വാസമാണ്. ദൈവമേ, വർഷങ്ങൾക്ക് ശേഷം വെള്ളം കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് തൊണ്ടയ്ക്കൊക്കെ. അപ്പോൾ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പാർട്ടായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫോളോ ചെയ്തിട്ട് തലവേദനയൊക്കെ ആയിട്ട് പിന്നെ നിർത്തി എന്നുള്ളത്. അപ്പോൾ ഇത് 2 കാരണം കൊണ്ടായിരിക്കാം. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പെട്ടെന്ന് ഡീടോക്സിഫൈഡ് ആകുമ്പോൾ നമുക്ക് തലവേദന, വോമിറ്റിംഗ് ടെൻഡൻസി ഇതൊക്കെ വരിക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡീടോക്സിഫിക്കേഷൻ്റെ ഒരു പാർട്ടാണ്. സോ അത് കാരണമായിരിക്കാം. വേറൊരു റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ഡ്രിങ്കിങ് വിൻഡോ, നമ്മുടെ ഡ്രിങ്കിങ് വിൻഡോയിൽ നമ്മൾ ഇനഫ് വാട്ടർ, ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോൾ ഈ ഒരു ഹെഡേക്ക് വരാം. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ഒരാളാണ്. സോ ഈ ഡ്രിങ്കിങ് വിൻഡോയിൽ മാത്രമേ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡ്രിങ്കിങ് വിൻഡോയിലും ഞാൻ നോർമലി കുടിക്കുന്ന പോലെ കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നു 1-2 ദിവസം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ ബോഡി ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് എനിക്ക് ഹെഡേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെള്ളം ആവശ്യത്തിന് കുടിച്ചു കഴിയുമ്പോൾ ഒരു ഹെഡേക്ക് മാറുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് കുഡ് ബി ആൻ ഇഷ്യൂ. പിന്നെ ഒരുപാട് പേർക്ക് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ബ്ലോട്ടിങ്ങിൻ്റെ ഇഷ്യൂ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ഒരു കാരണം കൊണ്ടിട്ടായിരിക്കാം. കാരണം നമ്മൾ ഡ്രിങ്കിങ് വിൻഡോയിൽ പെട്ടെന്ന് ഓർക്കില്ല, നമ്മൾ ജാപ്പനീസ് വാട്ടർ തെറപ്പിയിലാണ്. സോ ഡ്രിങ്കിങ് വിൻഡോയിൽ നമുക്ക് മാക്സിമം വെള്ളം കുടിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം എന്നില്ല. നമ്മൾ നോർമലി വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ വെള്ളം കുടിക്കും. എന്നിട്ട് അടുത്ത ഫുഡിന് 30 മിനിറ്റ്സ് മുന്നേ ചിലപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഓർത്തില്ല എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും വെള്ളം കുടിക്കില്ല. എന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുള്ളൂ. സോ സിവിയർലി നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകും, നമ്മുടെ ഫുഡൊന്നും പ്രോപ്പർലി ഡൈജസ്റ്റഡ് ആവത്തില്ല. സോ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനും ബ്ലോട്ടിങ്ങും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ വർക്കൗട്ടിൻ്റെ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ ബേസിക്കലി രാവിലെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. മോൻ ഉണരുന്നതിന് മുന്നേ ആണ് എൻ്റെ വർക്കൗട്ടൊക്കെ ഞാൻ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ ഇത്രയും ഹെവി ആയിട്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ടിട്ട് തന്നെ എനിക്കൊരു 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും മോനെ ഉണരുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ആ ഒരു വർക്കൗട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ എൻ്റെ വർക്കൗട്ടൊക്കെ ഒരു ഇത് ഫിനിഷ് ആവാറാകുമ്പോൾ എൻ്റെ അടുത്ത ഡ്രിങ്കിങ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യും. സോ എനിക്ക് വെള്ളം കുടിക്കാം. കാരണം ഡെഫിനറ്റ്ലി വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി ദാഹിക്കും. സോ ഒത്തിരി എനിക്ക് വെള്ളം കുടിക്കേണ്ടി വരും. സോ ഞാൻ അങ്ങനെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഉടനെ വർക്കൗട്ട് ചെയ്യാമോ എന്നുള്ളത്. ഒത്തിരി വെള്ളം നമ്മൾ കുടിച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വയറ് ഉളുക്കുന്നതിൻ്റെ ഒക്കെ പ്രശ്നം വരും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ചായ കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ അതും ഇതും കൂടി എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ചിരുന്ന ദിവസം എങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് വീഡിയോയിൽ കണ്ടല്ലോ. അതായത് രാവിലത്തെ ആ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചായ കുടിക്കുമായിരുന്നു. എന്നിട്ട് വീണ്ടും ഒരു 30 to 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചിലർ ചോദിച്ചു പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ജാപ്പനീസ് വാട്ടർ തെറപ്പി ഫോളോ ചെയ്യാമോ എന്നുള്ളത്. പ്രഗ്നന്റ് ആയിട്ടുള്ളവർ ഈ ഒരു തെറപ്പി ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചു നോക്കിയിട്ട് ഡോക്ടർ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. അങ്ങനെ ഒരു ഇപ്പോൾ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ആൻ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മാത്രമാണ് ഗെയിൻ ചെയ്തത്. സോ ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ്. പക്ഷേ ഈ ഒരു ജാപ്പനീസ് വാട്ടർ തെറാപ്പി എടുക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം രാവിലെയൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഹെൽത്ത് സൈഡ് എഫക്ട്സ് ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് അറിയത്തില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്നും എനിക്കറിയത്തില്ല. കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണല്ലോ. സോ ബെറ്റർ ടു അവോയ്ഡ്. ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാം. കാരണം ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രഗ്നൻസി ടൈമിൽ. എനിക്ക് രാവിലെ എണീച്ചാൽ ഫസ്റ്റ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം നിർബന്ധമാണ്. എൻ്റെ പണ്ട് മുതൽക്കേ ഉള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ ഞാൻ എല്ലാ വീഡിയോസിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടിട്ടാണ്. സോ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു പ്രാക്ടീസാണ്. ഒരു 1.5 to 2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ എല്ലാ ദിവസവും, ഇത് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു റൂട്ടീനാട്ടോ, പ്രാക്ടീസാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഈ ഒരു പ്രാക്ടീസ് തന്നെയായിരുന്നു. ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്തായാലും രാവിലെ എണീച്ച് കുടിക്കുമായിരുന്നു. ബട്ട് ജാപ്പനീസ് വാട്ടർ തെറപ്പി പ്ലീസ് കൺസൾട്ട് വിത്ത് യുവർ ഡോക്ടർ. ഇനി വന്നൊരു ഡൗട്ടാണ്, നമ്മൾ സ്നാക്സ് കഴിക്കുന്ന സമയത്തും രാവിലെ മിഡ് മോർണിംഗ് സ്നാക്ക് അല്ലെങ്കിൽ മിഡ് ഈവനിങ് സ്നാക്കൊക്കെ കഴിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടും ഒരു 2 hour ഗ്യാപ്പ് നമ്മൾ വെക്കണോ എന്നുള്ളത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ആക്ച്വലി ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ 2 hours ഗ്യാപ്പ് വെക്കുമായിരുന്നു. ഇല്ലാത്ത പക്ഷം നമുക്ക് ഗ്യാപ്പ് വെക്കാൻ, കാരണം
എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2 hours ഗ്യാപ്പ് വെച്ച് നമുക്ക് എല്ലാം ചെയ്യാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അവർ പറയുന്നത് മെയിൻ മീൽസിനെ കുറിച്ചിട്ടാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇതെന്ന് പറയുന്ന ഹെവി മീൽസ് ആണല്ലോ. അപ്പോൾ ഈ ഒരു മീൽ ഡൈജസ്റ്റ് ആവാനായിട്ടുള്ള ഒരു ടൈമും സ്പേസും വയറിന് കൊടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെവി ആയിട്ട് സ്നാക്കിംഗ് ഒന്നും ചെയ്യത്തില്ല, വളരെ ലൈറ്റ് ആയിട്ടേ ചെയ്യാറുള്ളൂ. സോ ഇതൊന്നും ഡൈജസ്റ്റ് ആവാനായിട്ട് നമുക്ക് 2 മണിക്കൂറിന്റെ ആവശ്യം എന്തായാലും വേണ്ടി വരില്ല. സോ ഞാനൊരു 2 മണിക്കൂർ ഗ്യാപ്പ് എടുത്തിട്ടില്ലായിരുന്നു ആഫ്റ്റർ സ്നാക്സ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഞാൻ ഇതുവരെയും ഒരിടത്തും കണ്ടിട്ടില്ല. പിന്നെ വന്ന ഡൗട്ടാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ജാപ്പനീസ് വാട്ടർ തെറപ്പിയും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഒരുമിച്ച് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ്, ജാപ്പനീസ് വാട്ടർ തെറപ്പി ഒരു ഡ്രിങ്കിങ് പാറ്റേൺ ആണ്. സോ രണ്ടും നമുക്ക് ക്ലബ് ചെയ്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കില്ല, കാരണം ഇത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടി വരും എപ്പോഴാണ്. കാരണം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനും ഒരു ടൈം കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ഈ ഒരു ടൈമിനെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇത്ര ടൈം മുതൽക്ക് ഇത്ര ടൈം, ഒരു ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ജാപ്പനീസ് വാട്ടർ തെറപ്പി ആണെങ്കിലും ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള തെറപ്പി അല്ലെങ്കിൽ പാറ്റേൺസ് ആണ് ഇത് രണ്ടും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഞാൻ 24 മണിക്കൂറും ഈ ഒരു ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് പാറ്റേണിന്റെ പുറകെ തന്നെ ആയിരിക്കും. എനിക്ക് വീട്ടിലെ വേറൊരു ജോലിയോ അല്ലെങ്കിൽ എനിക്ക് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാനോ പറ്റത്തില്ല. സോ ഞാനിത് രണ്ടും ചെയ്യുന്നു തോന്നുന്നില്ല. വെയിറ്റ് ലോസിന് നമുക്ക് ഒരുപാട് മെത്തേഡ്, ഫോർ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടി ഞാൻ ഇത് രണ്ടും ചെയ്യുന്നു തോന്നുന്നില്ല ഒരുമിച്ച്. വെയിറ്റ് ലോസിന് വേണ്ടി ഒരുപാട് മെത്തേഡ് ഉണ്ട്. സോ ഐ വുഡ് ബെറ്റർ ഗോ ഫോർ ദം ദാൻ ദിസ് മെത്തേഡ്. പിന്നെ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിൽ, ഈവൻ അതിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാനിതിൽ ഏതെങ്കിലും ഒരു മെത്തേഡേ ഫോളോ ചെയ്യത്തുള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യമാണ്. ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ അല്ലെങ്കിൽ ഓരോ തെറപ്പിയൊക്കെ വർക്ക് ചെയ്യുന്നത് ഓരോ രീതിക്കാണ്. സോ നിങ്ങൾക്കിത് വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. അൺഹെൽത്തി ആയിട്ടുള്ളൊരു പാറ്റേൺ അല്ല. സോ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നിങ്ങളുടെ മേജർ ഡൗട്ട്സ് ഒക്കെ ഈ ഒരു വീഡിയോയോട് കൂടി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ ഓർ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ഒരുപാട് പേരുടെ മെസ്സേജസ് ഇനിയും വായിക്കാനും റിപ്ലൈ കൊടുക്കാനും ഉണ്ട്, എനിക്കറിയാം. ഐ എം വെരി സോറി ഡിലേ വരുന്നതിന്. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഒരു ദിവസം വരുന്ന എല്ലാം എൻ്റെ ഇൻബോക്സ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാനും ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ടൈം അതിന് വേണ്ടിയിട്ട് മാത്രമായി പോകും. എനിക്ക് വീട്ടിൽ ഒരു കാര്യം നോക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, ഐ ആം എ സ്റ്റേ അറ്റ് ഹോം മോം. എനിക്കൊരു കുഞ്ഞു മോനുണ്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും ഞാൻ മാത്രമാണ് നോക്കുന്നത്. എനിക്ക് വേറെ ഹൗസ് ഹെൽപ്പ് ഒന്നുമില്ല. സോ ഐ റിയലി ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് മീ. എൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എൻ്റെ വിശ്വാസം. ബട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ ഗെറ്റ് ബാക്ക് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ആർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമോ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് ആൻഡ് കൺസേൺ ഒക്കെ ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ. ആൻഡ് ഓൾസോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്ത ഡൗട്ട്സ് ആണ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കേണ്ടത്. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അഗൈൻ. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.